വീട് അടിച്ചു തകർത്തു, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നിങ്ങനെ പോവുകയാണ്. 46 വയസ്സുകാരിയായ അമ്മ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. AK സ്റ്റെഫിനുണ്ട് വിശദാംശങ്ങളുമായി. സ്റ്റെഫിൻ, ഇതിങ്ങനെ തുടരുകയാണ്. നമ്മൾ ഇന്ന് മലപ്പുറത്ത് ഒരു വാർത്ത കണ്ടതേയുള്ളൂ, ലഹരിക്ക് അടിമപ്പെട്ട മകൻ അമ്മയെ ആക്രമിച്ചു എന്നുള്ളത്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് എത്ര ദിവസങ്ങളായി ഇങ്ങനെ തുടരുന്നു? ഈ 19-കാരനെ പറ്റിയുള്ള വിശദാംശങ്ങളും അമ്മയുടെ ആരോഗ്യസ്ഥിതി. അനശ്വര, കഴിഞ്ഞ 24-ലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഈ FIR വായിക്കുമ്പോൾ തന്നെ ആ ഒരു ക്രൈമിന്റെ സ്വഭാവം മനസ്സിലാകും. പ്രത്യേകിച്ചും ഈ പ്രതിയുടെ ഒരു വൈകൃതം മനസ്സിലാകുന്നതാണ്. കാരണം ലഹരിക്ക് അടിമപ്പെട്ട ആളാണ് ഈ 19-കാരനായ പ്രതി. ഈ നാസില ബീവിയുടെ ഇളയ മകനാണ്. മരുമകൾ പ്രസവിച്ച് ആ വീട്ടിൽ കിടക്കുകയാണ്. ആ പ്രസവിച്ച് കിടക്കുന്ന മരുമകളുടെ മുറിയിൽ സ്ഥിരമായി ഇദ്ദേഹം അതിക്രമിച്ച് കയറുമായിരുന്നു. ഇത് അമ്മ പറഞ്ഞും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടെ അമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തിൽ ഇടിക്കുകയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. 24-ാം തീയതി രാത്രി 9 മണിയോട് കൂടിയായിരുന്നു വീട്ടിന്റെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നാസില ബേബിയെ ഈ മകൻ ക്രൂരമായി മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങളടക്കം അടിച്ച് നശിപ്പിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ നമുക്ക് പറയുന്നതിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഒരു അമ്മയെ ഒരു മകൻ ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് FIR പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റിയത് നാട്ടുകാരാണ്. ഈ നാട്ടുകാരുടെ എല്ലാം സാന്നിധ്യത്തിൽ അമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ വീട് അടിച്ചു തകർക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഒപ്പം നിരവധി കേസുകൾ, പ്രത്യേകിച്ചും MDMA കേസും അതോടൊപ്പം കഞ്ചാവ് കേസും ഈ പ്രതിക്കെതിരെ ഉണ്ട്. ഒരു MDMA കേസും 3 കഞ്ചാവ് കേസുമാണ് വിക്രം പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിക്കെതിരെ ഉള്ളത്. അതായത് 4 കേസുകളുണ്ട്. നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.